ഇന്ന് ബിറ്റിക്കറ്റിൽ നിന്ന് 70 കോടി വിൻ ചെയ്തിട്ടുള്ളത് മലയാളിയാണോ? ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിറ്റിക്കറ്റിന്റെ 270ാമത്തെ ഡ്രോയുടെ റിസൾട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽ ആണ് വീഡിയോയിൽ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം ഡ്രീം കാർ ഡ്രോയിൽ ആരാണ് വിൻ ചെയ്തതെന്ന് നോക്കാം. ഡ്രീം കാർ ഡ്രോയിൽ ഇത്തവണ മെസറാറ്റി കാറാണ് ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുള്ളത്. ഷാക്കിറുള്ള ഖാൻ ആണ്. അദ്ദേഹത്തിന്റെ ടിക്കറ്റ് നമ്പർ 031-944 ആണ്. പാകിസ്ഥാൻകാരനാണ്. വെറും 150 ദിർഹം മാത്രം ചെലവാക്കിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ലക്ഷറി കാർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ടിക്കറ്റിന്റെ മെഗാഡ്രോ റിസൾട്ട് നോക്കാം. ഈ പ്രാവശ്യം മെഗാഡ്രോ പ്രൈസ് 30 ബില്യൺ ദിർഹമാണ്. നാട്ടിലെ 70 കോടി രൂപക്ക് മുകളിലാണ് ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുള്ളത്. മനു മോഹനനാണ്. അദ്ദേഹത്തിന്റെ ടിക്കറ്റ് നമ്പർ 535-948 ആണ്. അദ്ദേഹം ഇന്ത്യക്കാരനാണ്. പേര് കേട്ടിട്ട് ഒരു മലയാളിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഷെയർ ഇട്ടിട്ടായിരിക്കും ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ടിക്കറ്റിലുള്ള നമ്പർ ആണോ ഇതെന്ന് നോക്കി ഉറപ്പ് വരുത്തുക. ഒരുപക്ഷെ നിങ്ങളാണ് വിൻ ചെയ്തതെങ്കിൽ നാട്ടിലെ 70 കോടി രൂപക്ക് മുകളിലാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ദ ബിഗ് വിൻ പ്രൊമോഷനിൽ 4 പേരും വിൻ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. അതായത് 4 പേരുടെ പേര് ഓൾറെഡി അവർ ഡിക്ലെയർ ചെയ്തതാണ്. ആദ്യ വീക്കിൽ വിൻ ചെയ്തിട്ടുള്ള അനിൽ ജോൺസന് ലഭിച്ചിട്ടുള്ളത് 40,000 ദിർഹമാണ്. അതുപോലെ സെക്കൻഡ് വീക്കിൽ വിൻ ചെയ്തിട്ടുള്ള ജാഫർ മോട്ടിവാലക്ക് ലഭിച്ചിട്ടുള്ളത് 50,000 ദിർഹമാണ്. അതുപോലെ തേർഡ് വീക്കിൽ വിൻ ചെയ്തിട്ടുള്ള ഷംസുൽ ആലാം അബ്ദുൽ റസാഖിന് ലഭിച്ചിട്ടുള്ളത് 90,000 ദിർഹമാണ്. അതുപോലെ ഫോർത്ത് വീക്കിൽ വിൻ ചെയ്തിട്ടുള്ള MD സൊഹൽ അലാവുദ്ദീന് ലഭിച്ചിട്ടുള്ളത് 1,00,000 ദിർഹമാണ്. ഇത് അഡീഷണൽ ആയിട്ട് ഇവർക്ക് ലഭിച്ചിട്ടുള്ള അവസരമാണ്. ഈ പ്രാവശ്യവും ഇതേ രീതിയിൽ ദ ബിഗ് വിൻ പ്രൊമോഷനിൽ വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ്. 20,000 ദിർഹം മുതൽ 1,50,000 ദിർഹം വരെയുള്ള പ്രൈസ് 1 മുതൽ 12 നമ്പറിന് അടിയിൽ അവർ ഒളിപ്പിച്ച് വെക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നിങ്ങളെ പ്രൈസ് കുറവാണെങ്കിൽ അതല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടിയുണ്ട്. ആ ചാൻസ് നിങ്ങൾ യൂസ് ചെയ്താൽ ആദ്യത്തെ പ്രൈസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ കൂടുതൽ ലഭിക്കും, അതല്ലെങ്കിൽ കുറവ് ലഭിക്കും. അപ്പൊ ആ രീതിയിലാണ് ഇതിലെ വിന്നറെ തെരഞ്ഞെടുക്കുക. ഇവർക്ക് ലഭിച്ചിട്ടുള്ള എമൗണ്ട് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രാവശ്യവും ഇതേ ഓഫർ ഉണ്ട്. ഇതിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തത് കൊണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ ടിക്കറ്റിന്റെ ജനുവരി മാസത്തെ പ്രൈസ് അപ്ഡേഷനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ടിക്കറ്റിൽ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളത് അറിയാത്ത ഒരാളാണെങ്കിൽ അതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് വരാതിരിക്കുക. അടുത്ത വീഡിയോ കാണും വരെ ബൈ.